ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരുന്ന് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ റെസനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കാണുന്നത്. അതായത് ഈ ഒരു സമയത്ത് ഇവർക്ക് ഇപ്പം നിങ്ങളുടെ വ്യക്തിക്ക് പല തരത്തിലും ഉള്ള ആ ഒരു ശക്തമായൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് എന്താ പറയുക, ഈ വ്യക്തിയുടെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് പല കാര്യത്തിന് ക്ലാരിറ്റി കിട്ടാത്തൊരവസ്ഥ. അതായത് നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടാവില്ല നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ള ആ ഒരു എനർജി, ഇപ്പോഴുള്ള അവരുടെ അവസ്ഥ നിങ്ങൾക്കും വിചാരിക്കുന്നുണ്ടാവും ഇതിനൊരു ക്ലാരിറ്റി വേണം. പക്ഷേ ഈ വ്യക്തി ക്ലാരിറ്റി തരാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി കള്ളം പറയുന്നതായിട്ട് കാണുന്നുണ്ട്. പലതും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലതും നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി മറച്ചു വെക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ പിന്നിൽ എന്തൊക്കെയോ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഈ വ്യക്തി പല സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ വ്യക്തി അതുകൊണ്ട് തന്നെ നിങ്ങൾ സത്യത്തിൽ ഈ വ്യക്തിയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തി ഇടയ്ക്ക് നിങ്ങളോട് എന്താ പറയുക, നല്ല രീതിയിൽ സംസാരിക്കും. ഇടയ്ക്ക് ഈ വ്യക്തി അതേപോലെ ഈ വ്യക്തിയുടെ ഒരു എന്താ പറയുക, സംസാരശേഷി ശരിക്കും ഈ വ്യക്തി എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഈ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് കോളോ മെസ്സേജോ ഒക്കെ ഈ വ്യക്തിക്ക് അയക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനൊന്നും അവരിടയ്ക്കൊന്ന് നിങ്ങളെ വന്ന് റിപ്ലൈ തരും, കുറച്ച് നല്ല രീതിയിൽ തരും. ഇടയ്ക്ക് നിങ്ങൾക്ക് അതാണ് പറയുന്നത്, ക്ലാരിറ്റി കിട്ടാത്തൊരവസ്ഥ. പലതും ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് പോലും മനസ്സിലാവാത്ത വിധത്തിലാണ് ഈ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നത്. കള്ളങ്ങൾ എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാതെ ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്നിനും ഈ വ്യക്തി മുഖം തരുന്നുണ്ടാവില്ല. ശരിയായ രീതിയിലൊന്നും നിങ്ങളടുത്ത് വന്ന് പെട്ടെന്ന് സംസാരിക്കുക അങ്ങനെയൊന്നുമല്ല. ഇടയ്ക്കൊന്ന് വന്ന് മെസ്സേജ് അയക്കും, പോവും. ഒന്നിനൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു അവസ്ഥയിൽ പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. കാരണം ഈ വ്യക്തിക്ക് എന്താ പറയുക, ഇതുമൂലം നിങ്ങളാണ് ഇവിടെ തകരുന്നത്. സത്യത്തിൽ നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഈ ഒരു സിറ്റുവേഷൻ കാരണം, ഈ വ്യക്തി നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് കാരണം നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ തകർച്ചയിലാണ് പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് പിന്മാറാതിരിക്കാനും ഒന്നും സാധ്യമല്ലാത്തൊരു അവസ്ഥയിലാണ് നിങ്ങൾ സത്യത്തിൽ പെട്ടുപോയി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരവസ്ഥയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയെ നിങ്ങളുടെ ആഗ്രഹം തന്നെ ഈ വ്യക്തി നിങ്ങളോടൊപ്പം ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം കൂടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം, എങ്ങനെയെങ്കിലും മാറ്റാൻ നിങ്ങൾ ഈ സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് ഒരു തീരുമാനം ഇപ്പോൾ എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പം നിങ്ങളടുത്ത് രണ്ടും കൽപ്പിച്ചിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. അതായത് ഈ ഒരു സാഹചര്യത്തിലും ഈ വ്യക്തി ഇപ്പോൾ ഉള്ള കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളടുത്ത് വേണോ വേണ്ടേ എന്നുള്ള ഒരു മട്ടിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളടുത്ത് പെരുമാറുന്നത്. അതായത് എന്തും നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടാവില്ല. എന്നാൽ നിങ്ങളുടെ വലിയൊരു സ്വപ്നമാണ് ഈ വ്യക്തി ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഈ വ്യക്തി ജീവിതകാലം ഉണ്ടാവണം. നിങ്ങൾക്ക് ഈ വ്യക്തിയെ അങ്ങനെയൊക്കെ കുറച്ച് പേർക്കൊക്കെ മാരേജിലേക്ക് എത്തിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് ഈ സമയത്ത്
ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തത്. പക്ഷെ നിങ്ങൾ ഓരോ ദിവസവും നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ, കാരണം ഈ വ്യക്തിയെ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഈ വ്യക്തി മാത്രമാണ് ഉള്ളത്. കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് ഇവർ തിരിച്ചു വരണമെന്ന ആ ഒരു രീതിയിൽ, അതായത് ഇപ്പോൾ എന്താ പറയുക, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ ഇപ്പോൾ കാത്തിരിക്കുകയാണ് നിങ്ങൾ. ഈ വ്യക്തിയുടെ ഒരു കോളിനും ഒരു മെസ്സേജിനൊക്കെ നിങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിൽ നിന്നും ഈ എന്താ പറയുക മൂവ് ഓൺ ചെയ്തൊരു സിറ്റുവേഷനാണ് കാണുന്നത്. അതായത് ഈ വ്യക്തി, ഞാൻ പറഞ്ഞില്ലേ, പല സിറ്റുവേഷനിലും പല തരത്തിലും നിങ്ങൾക്ക് ഈ വ്യക്തി മുഖം തരുന്നില്ല. നിങ്ങൾ എത്രയൊക്കെ എഫേർട്ട് ഇട്ടിട്ടും ഈ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഈ വ്യക്തി അതൊന്നും കാണാത്ത രീതിയിലാണ് നിങ്ങളിൽ നിന്നും ഈ വ്യക്തി പിന്മാറി നിൽക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഈ വ്യക്തി എന്താ പറയുക പിന്മാറി നിൽക്കുന്നതെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് ശക്തമായി വരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു എന്താ പറയുക, വീണ്ടും ഇത് നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുണ്ട്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ശക്തമായൊരു സാമ്പത്തിക പ്രശ്നം കാണുന്നുണ്ട്. അതായത് ഈ വ്യക്തിക്ക് ഇപ്പോൾ സാമ്പത്തികപരമായ എന്തൊക്കെയോ കാര്യത്തിൽ പെട്ടുപോയൊരവസ്ഥ, സാമ്പത്തികപരമായി ഈ വ്യക്തി ഒരുപാട് ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും എന്താ പറയുക, ഈ വ്യക്തിയിൽ നിന്ന് ഒരു തിരിച്ചു വരവ് പ്രതീക്ഷിക്കാം. ഈ വ്യക്തി തിരിച്ച് നിങ്ങളുടെ അടുത്ത് വരും, അത് പ്രതീക്ഷിക്കാം. കാരണം ഒരു ടൈം പീരീഡിൽ ഈ വ്യക്തിക്ക് എല്ലാം മനസ്സിലാവും, എല്ലാ കാര്യവും ഈ വ്യക്തി തിരിച്ചറിഞ്ഞ് തന്നെ നിങ്ങളിലേക്ക് വരും എന്നാണ് ഇവിടെ കാണുന്നത്. എല്ലാം മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരാനാണ് ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത്. എല്ലാം മനസ്സിലാക്കി പതുക്കെയാണെങ്കിലും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും. കുറച്ച് ടൈം എടുക്കും എന്നതിവിടെ ശരിക്കും നല്ല പോലെ കാണുന്നുണ്ട്. കാരണം ഈ വ്യക്തി ആ ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ശരിക്കും നിൽക്കുന്നത്. സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. മാത്രം ഇപ്പോൾ ഉള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധ്യമല്ലാത്ത ആ ഒരു അവസ്ഥ. ഒരുപാട് സ്നേഹമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ, കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ലാത്തൊരവസ്ഥ. പക്ഷേ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമൊത്ത് ലൈഫിൽ നിങ്ങളുമൊത്തൊരു ഫാമിലിയാണ്, ഒരു ഹാപ്പി ഫാമിലിയൊക്കെ നിങ്ങളും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ഒക്കെ ഉണ്ട്. മാത്രം ഞാൻ പറഞ്ഞില്ലേ, ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളിപ്പോൾ ഒരു മെസ്സേജ് അയച്ചാലും ഈ വ്യക്തി അതിനൊന്നും റീപ്ലൈ തരണമെന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് ഈ വ്യക്തിയുടെ ഈ പെരുമാറ്റത്തിൽ. നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് വിഷമം സഹിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വ്യക്തിക്കാണെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ വ്യക്തി ചില സമയത്ത് ഈ വ്യക്തി വേറൊരു ബന്ധത്തിൽ നിങ്ങളെക്കാളും എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെക്കാളും ഇമ്പോർട്ടൻസ് മറ്റ് സാഹചര്യത്തിനോ മറ്റ് സിറ്റുവേഷനോ വ്യക്തികൾക്കോ ഈ വ്യക്തി കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തി അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ പറയുക, എന്ത് ചെയ്യണം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഒന്നും ഈ വ്യക്തിക്ക് പറയാൻ സാധ്യമല്ല ഈ ഒരു സമയത്ത്. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങളോടിപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതൊരു ലെസ് കോണ്ടാക്റ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് മാത്രമുള്ള ആ ഒരു സംസാരം മാത്രമായിരിക്കും നിങ്ങളോട്. ചിലർക്ക് ഇതൊരു നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാവാം. ചിലർക്ക് ഈ ഇടയ്ക്ക് ഈ വ്യക്തി വേണോ വേണ്ടേ എന്നുള്ള രീതിയിലായിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് ഇതൊരു വേദന സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഈ ഡിപ്രഷനായിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സത്യത്തിലൊരു ഡിപ്രഷൻ പോലെ തോന്നിയിട്ടുണ്ടാവാം. എന്ത് ചെയ്യണമെന്നോ എങ്ങനെയാണ് മുന്നോട്ട് ഈ ബന്ധം കൊണ്ടുപോകണമെന്നോ എങ്ങനെയാണ് ഇതിൽ നിന്നും ഒന്ന് പുറത്ത് കിടക്കേണ്ടതെന്നോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഈ വ്യക്തിയെ ചിന്തിച്ചിട്ട് ഇത് എങ്ങനെയാണ് ഈ വ്യക്തി കാരണം ഈ വ്യക്തിയുടെ ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക്. സത്യത്തിൽ ഈ വ്യക്തിയെക്കുറിച്ച് കുറച്ച് പേർക്കൊന്നും ക്ലാരിറ്റി കിട്ടിയിട്ടില്ല.
കുറച്ച് പേർക്ക് ഉറപ്പുണ്ട് ഈ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിലാണ് എൻ്റെ വ്യക്തി പെട്ടിരിക്കുന്നതെന്നല്ല നിങ്ങൾക്കറിയാമെങ്കിൽ പോലും കുറച്ച് പേർക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. എന്തുകൊണ്ടാണ് ഇവർ എൻ്റെ മെസ്സേജിനൊന്നും റീപ്ലൈ തരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെന്നെ കോൾ വിളിക്കാത്തത്, എന്തുകൊണ്ടാണ് ഇത്രയും സ്നേഹം ഉണ്ടായിട്ട് ഇവരെന്നെ ഓർക്കാത്തത് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് രാത്രി ഉറക്കമില്ല, നിങ്ങൾക്ക് ഭയങ്കര ഡിപ്രഷനാണ്, എന്തുകൊണ്ടാണ് എന്നോട് ബ്ലോക്കാക്കി പോയത് എന്നൊക്കെ ഇത്രയും കാലം നിങ്ങൾ ഒരുപാട് സ്നേഹത്തിലായിട്ടുണ്ടാവും, ഒരുപാട് വർഷം സ്നേഹിച്ചിട്ടുണ്ടാവും ഈ വ്യക്തിയെ. നല്ല രീതിയിൽ പോയ ഒരു ബന്ധമായിരുന്നു, നല്ലൊരു ഒരു എന്താ പറയുക ഒരു സന്തോഷകരമായ ആ നിമിഷങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോയൊരു ബന്ധത്തിലാണ് ഈ വ്യക്തിയുടെ പെട്ടെന്നുള്ള ഒരു എന്താ പറയുക ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ഈ വ്യക്തി പോയത്. പക്ഷേ എങ്ങനെ ആയാലും നിങ്ങളുടെ വ്യക്തി ഇടയ്ക്കുള്ള ആ ഒരു കള്ളത്തരമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം മൂൺ കാർഡ് ആദ്യമേ കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. കാരണം ഈ വ്യക്തിക്ക് ശക്തമായൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ വ്യക്തി പെട്ടിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, സിറ്റുവേഷൻ മാത്രമല്ല, ചിലപ്പോൾ അത് വ്യക്തികൾ തന്നെ ആവാം. ഈ വ്യക്തി ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇവർ വേണ്ട പരിഗണന തരാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ശരിക്കും കാണുന്നത്. ഇത് നിങ്ങളെ വല്ലാതെ തളർത്തി കളയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നോ, കാരണം നിങ്ങൾ അത്രമാത്രം ഈ വ്യക്തിയെ ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ വിശ്വസിച്ചാണ് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ വ്യക്തി നിങ്ങളോട് ചെയ്യുന്നത് നേരെ തിരിച്ചാണ് എന്നാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത്. പക്ഷേ ഈ വ്യക്തി ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ ശരിയാവും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഈ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ ഇങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ വ്യക്തി തിരിച്ച് വരും എന്നത് കാണുന്നുണ്ട്, തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ വരും എന്നുള്ളത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തിയുടെ ഈ ഒരു ഇത് മൂലം നിങ്ങൾ ശരിക്കും ഒരുപാട് വിഷമം സഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് കണ്ടില്ലേ, ഒരുപാട് വിഷമം നിങ്ങൾ സഹിക്കുന്നുണ്ട്. നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിലാണ്. പക്ഷേ എന്താ പറയുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് ഈ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നില്ല. അതാണ് ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത്. അതായത് ഈ വ്യക്തി ശക്തമായൊരു തേർഡ് പാർട്ടി ഒരു എനർജിയാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. ഈ വ്യക്തി സ്നേഹമായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. പക്ഷേ ഈ ഒരു വ്യക്തിയെ വേണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് രണ്ട് സിറ്റുവേഷനും ഈ വ്യക്തിക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലും ഈ വ്യക്തി വേണ്ട രീതിയിലൊന്നുമല്ല നിങ്ങളടുത്ത് ഇപ്പോൾ പെരുമാറുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ വ്യക്തി പിന്നീട് ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് യൂണിവേഴ്സായിട്ട് ഈ വ്യക്തിക്ക് മനസ്സിലാവും, കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന ഒരു സമയം വരും. അന്നേരം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരും. പക്ഷേ ആ വരുമ്പോഴും വ്യക്തി ആഗ്രഹിച്ചിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പക്ഷേ നിങ്ങൾ വേണോ വേണ്ടോ എന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം ഈ വ്യക്തിയുടെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനാണ് പറയുന്നത്. കുറച്ച് ക്ലോസ് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അബ്രോഡ്, ടൈലറിങ്, അത്തം, ഗൾഫ് രാജ്യം എന്ന് കിട്ടിയിട്ടുണ്ട്. സെഡ്, ടീച്ചർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി, ജൂലൈ, സെപ്റ്റംബർ, എറണാകുളം, ജെ കേട്ടോ, ഇ, തിരുവനന്തപുരം, ഡിസംബർ, ജി കേട്ടോ, ജി, റീയൂണിയൻ. അപ്പോൾ ഈ വ്യക്തിയുമായി നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാകും. ഈ വ്യക്തിയെ വരുന്ന സമയത്ത് അതൊക്കെ കാണുന്നുണ്ട് കേട്ടോ, റീയൂണിയനൊക്കെ കാണുന്നുണ്ട്. മലപ്പുറം, കണ്ണൂർ, ഏപ്രിൽ, മൂലം, എച്ച്, ചതയം, ടി എന്ന് കിട്ടിയിട്ടുണ്ട്. ടി
ഡി കേട്ടോ. പൂരുരുട്ടാതി 13 1 12 26 11 12 23 17. അപ്പോൾ പിന്നെ ഒന്നും കൂടി കിട്ടിയിട്ടുണ്ട് 46. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന ക്ലോസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിങ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.